നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ളതും 100 രൂപയിൽ താഴെ മാത്രം വിലയുള്ളതുമായ 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് MIC ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 4% ഇടിഞ്ഞ് 51 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. കമ്പനിയുടെ ROE 5%, ROCE 8.84%. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 28%, പ്രോഫിറ്റ് ഗ്രോത്ത് 48%, ROE 20%-അടുത്ത്. 174 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 43 കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത്. റീസെൻ്റ്ലി കമ്പനിയുടെ കടബാധ്യത 11 കോടിയിൽ നിന്നും 43 കോടിയായി ഉയരുകയും ചെയ്തു. പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് മാർച്ച് ക്വാർട്ടറിൽ നിന്നും ജൂൺ ക്വാർട്ടർ ആയപ്പോൾ 66% നിന്നും 62% കുറച്ചിട്ടുണ്ട്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 3%, പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 34%-അടുത്തുമാണ്. സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് പറയുന്നതിന് പിന്നിലെ പ്രധാന കാരണം സിംഗപ്പൂർ ബേസ്ഡ് സെമി കണ്ടക്ടർ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി കമ്പനിയായ നിയോ സെമി SG പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കൺട്രോളിംഗ് സ്റ്റേക്കുകൾ MIC ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇതുവഴി നെക്സ്റ്റ് ജനറേഷൻ ഇലക്ട്രോണിക്സ് ടെക്നോളജി സെക്ടറിലേക്ക് MIC ഇലക്ട്രോണിക്സ് എന്ന കമ്പനി കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ലോങ് ടൈമിൽ കമ്പനിക്ക് ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സെമി കണ്ടക്ടർ, ഗ്രീൻ എനർജി, ഡിജിറ്റൽ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സെക്ടറുകളിലേക്കൊക്കെ ഈ അക്വിസിഷനോട് കൂടി MIC ഇലക്ട്രോണിക്സ് എന്ന കമ്പനിക്ക് കടക്കാൻ സാധിക്കും. ഈ ഫാക്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. 43 രൂപയുടെയോ 44 രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് വേണം സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. രണ്ടാമത്തെ അപ്ഡേറ്റ് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. 70 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം 3% ഇടിഞ്ഞു. 51,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 34.77, ഡിവിഡൻഡ് yield 0.35%. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പെർഫോമൻസ് മോശമാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 32% ഇടിയുകയും അസറ്റ് ക്വാളിറ്റീസ് ഡിറ്റോറിയേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 681 കോടിയിൽ നിന്നും 462 കോടിയിലേക്ക് ഇടിഞ്ഞപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 5% വർദ്ധിച്ച് 4,695 നിന്നും 4,933 കോടിയിലേക്കെത്തി. അതേസമയം അസറ്റ് ക്വാളിറ്റിയിൽ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് 1.87 നിന്നും 1.97 ഉയരുകയും നെറ്റ് NPA 0.53 നിന്നും 0.55% ഉയരുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ട് മോശമായതിനോടൊപ്പം തന്നെ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലും അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലും ഇടിവ് വന്നിട്ടുണ്ട്. 5.95% നിന്നും 5.75%-ലേക്കാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇടിഞ്ഞിരിക്കുന്നത്. കൂടാതെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സിൽ 25% വളർച്ച കമ്പനി കൈവരിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ 75.8 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ആവുകയും ചെയ്തു. കൂടാതെ ലോങ് ടൈം ഡെപ്പോസിറ്റിൻ്റെ ട്രെൻഡൊക്കെ ഡൗൺവേർഡ് ട്രെൻഡിൽ കൂടിയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ചിലപ്പോൾ വീക്ക്നെസ് വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്കിൻ്റെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചിരുന്നു. അതേസമയം 70 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിന് 60 രൂപ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. ഈ 60 രൂപയുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്ക് വീണ്ടും 50 എന്ന സോണിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. ഹയർ സൈഡിൽ 78, 80 തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ആയും പ്രവർത്തിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്